ഇന്നലെ എൻ്റെ വേദക്കുട്ടിയുടെ പിറന്നാളായിരുന്നു കേട്ടോ. ബർത്ത്ഡേ അല്ല, നാളെ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷം നാളെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന നാളെയാണ്, മൺഡേ ആണ് വരുന്നത്. പക്ഷേ മറ്റന്നാൾ വേദയ്ക്ക് എക്സാം ഉണ്ട്, ട്യൂസ്ഡേ എക്സാം ഉള്ളത് കൊണ്ട് നാളെ ബർത്ത്ഡേ പാർട്ടി വെച്ചാൽ കടിച്ചുകൊണ്ട് നടക്കും, ഒന്നും പഠിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അതിനെ പോസ്റ്റ്പോൺ ചെയ്ത് നാളെ വരുന്ന ഇന്നലെ ശനിയാഴ്ച ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ആദ്യം രാവിലെ അച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോയി. ഞാൻ പോയില്ല, ഞാനും പോകണമെന്ന് കരുതി നിന്നതാണ്, ആറ്റുകാലൊക്കെ പോകാമെന്ന് കരുതി നിന്നതാണ്. പക്ഷേ ജോലി തിരക്കുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അച്ഛനും മോളും കൂടി വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയി. വേദ രാവിലെ എണീറ്റ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കുന്നില്ല. 6 മണിയായപ്പോഴേ എഴുന്നേറ്റു. 6:30 ആയപ്പോൾ കുളിച്ച് റെഡിയായി താഴേക്ക് വന്നു. അങ്ങനെ കുളിച്ചിട്ട് നേരെ രണ്ടുപേരും കൂടി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി അർച്ചനയ്ക്കെല്ലാം കൊടുത്തു. ഞങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നാളെ അന്ന് ജസ്റ്റ് അമ്പലത്തിൽ മാത്രമേ പോകത്തുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാണ് കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 10 വയസ്സായിരുന്നു, ഇപ്പോൾ 11 വയസ്സാണ്. 10 വയസ്സിൻ്റെ സെലിബ്രേഷൻ കുറച്ച് ഗ്രാൻഡായിരുന്നു. 11 വയസ്സിൻ്റെ സെലിബ്രേഷൻ ഒന്നും ഇല്ലയെന്ന് പറയും. പിന്നെ ചീമ വന്നുകൊണ്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ എഴുതി ഞങ്ങൾ മാത്രം കേട്ടോ. ഞാനും ഏട്ടനും വേദയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചീമയും സച്ചുവും, ഏട്ടൻ അച്ഛനും അമ്മയും ദീപചേച്ചിയും ചേട്ടനെയും വിളിച്ചു. എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ. പിന്നെ വേദയുടെ വീട്ടിനടുത്തുള്ള ഫ്രണ്ട്സ് അമ്മു, ദിയ, തേനു ഒക്കെ മാത്രം കേട്ടോ. അല്ലാതെ സ്കൂൾ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചിട്ടില്ല. കഴിഞ്ഞ സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, സച്ചുവിൻ്റെ ഫാമിലി, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞ് സെലിബ്രേഷൻ. ഫുഡ് കഴിക്കുക, കേക്ക് കട്ടിക്കുക, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം അതൊക്കെ തന്നെയായിരുന്നു, പക്ഷേ ആളെണ്ണം കുറച്ച് കൂടുതലായിരുന്നു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് അർച്ചനയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. എനിക്കും അമ്മയ്ക്കും ഒക്കെ പ്രസാദം കൊണ്ടാട്ടോ വേദം വന്നത്. ഞാൻ ചന്ദനമൊന്നും തൊട്ടില്ല, കാരണം കുളിക്കാണ്ട് നിൽക്കുകയാണ്. ഫുൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് പാലട പായസം ഉണ്ടാക്കുകയാണ്, അതിൻ്റെ തിരക്കിൽ നിൽക്കുകയാണ്. അമ്മ കുളിച്ചു, അമ്മയ്ക്ക് ചന്ദനമെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. പള്ളിക്കാട് അച്ഛനും അമ്മയൊക്കെ ഇനി എത്തത്തേ ഉള്ളൂ കേട്ടോ, അവർ രാവിലെ ഇവിടെ തിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് സ്പീഡിലിട്ടില്ലെങ്കിൽ എന്ന് കഴിയത്തില്ല. നോർമൽ വീഡിയോ നോക്കിയപ്പോൾ 1 hour സംതിങ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്പീഡിലിട്ടിട്ടാണ് അതിനെ 30 മിനിറ്റിലേക്ക് മാറ്റിയത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലെങ്ത്തിലിട്ടത്. ആ ഒരു ലെങ്ത്ത് ഉള്ള വീഡിയോ ഇങ്ങനെ കുറച്ച് സ്പീഡിലിട്ടത് കേട്ടോ. അപ്പോൾ പാലട പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാ അടയില്ലേ, അട അതിൽ പാലിലൊക്കെ വേവിച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഷുഗറെല്ലാം കാരമലൈസ് ചെയ്ത് അങ്ങനെ ഒരു നല്ലൊരു പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും അപ്പൂപ്പൻ അമ്മ എത്തി. അപ്പൂപ്പൻ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല, പൈസയാണ് കൊടുത്തത്. എല്ലാ വർഷവും അങ്ങനെ പൈസ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് വേദമോതിരം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, സാമ്പാർ വട ഒക്കെ ഉണ്ടായിരുന്നു, ചായ ഒക്കെ ഉണ്ടായിരുന്നു. ലഞ്ച് ഒരു കുഞ്ഞ് സദ്യ ഒരുക്കാം എന്നുള്ളൊരു പ്ലാനാണ്. കുഞ്ഞ് സദ്യ, നോൺ വെജ് ഉണ്ട് എല്ലാവർക്കും. നോൺ വെജൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് നോൺ വെജൊക്കെ വാങ്ങാൻ കരുതി. മീനാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത്, വൈകിട്ടാണ് ചിക്കൻ വാങ്ങാമെന്ന് കരുതിയത്. ഇതിപ്പോൾ വേദ പൈസയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ, ഒരു പിടിയും കിട്ടുന്നില്ല. വേദയിൽ കുറച്ചുകൂടെ സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നേരത്തെ സേവിങ്സ്, അതെല്ലാം കൂടെയൊക്കെ എടുത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങും ആവുന്നില്ല. വേദ ആകെ കൺഫ്യൂഷനാണ്. അപ്പൂപ്പനെ മാത്രമേ വിശ്വാസമുള്ളതുകൊണ്ട് അപ്പൂപ്പനെ കൊണ്ട് എണ്ണിച്ചൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് കീ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങൾ ആരും കാണാണ്ട് സൂക്ഷിച്ച് ഒളിപ്പിച്ചൊക്കെ വയ്ക്കും കേട്ടോ. ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉച്ചയൂണിനുള്ളത് ചോറ്, കപ്പ, മീൻകറി, അവിയൽ, തോരൻ, പച്ചടി, മെഴുക്ക് പുരട്ടി, സാമ്പാർ, പിന്നെന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ, പപ്പടം, പിന്നെ അച്ചാർ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ ഒരു കുഞ്ഞ് സദ്യ. വേദയ്ക്ക് സദ്യയുടെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടമല്ല, എങ്കിലും ബർത്ത്ഡേ അല്ലേ, എല്ലാവരും ഒക്കെ ഉള്ളതല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം കൂടി ഉണ്ടാക്കി. കുറേ കഴിഞ്ഞപ്പം എൻ്റെ പായസം റെഡിയാണ്. അത് കഴിഞ്ഞതേ ഏട്ടൻ മീൻ വാങ്ങിച്ചിട്ട് വന്നു. വാള മീനാട്ടോ വാങ്ങിയത്, വലിയ 2 വാള മീൻ വാങ്ങി. അപ്പോൾ വാള മീൻ കറിയാണെന്ന്. അപ്പോൾ മീൻ കറി, ചോറ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിലേക്ക് ചിക്കനും വാങ്ങി, ചിക്കൻ റെഡിയാക്കി. ഉച്ചയ്ക്ക് കുളിക്കുന്നതിന് മുന്നേ ഞാനെല്ലാം സെറ്റ് ചെയ്തു. ഇനി ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ, അത് പുരട്ടി വെച്ചിരിക്കുക കേട്ടോ. ചിക്കൻ ഫ്രൈക്ക് വേണ്ടി പുരട്ടി വെച്ചിരിക്കുകയാണ്. മീൻകറിയൊക്കെ ഉണ്ട്. പിന്നെ വാഴയില ചെന്ന് തൊട്ട് താഴെന്ന് എടുത്തായിരുന്നു കുറച്ച് വാഴയിലയെല്ലാം. ഈവനിങ് കൂടെ വേണ്ടിയിട്ട് വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രം കഴുകി മെനക്കെടുണ്ട്, അതുകൊണ്ട് വാഴയില എടുത്തു. പിന്നെ ബോളിയെല്ലാം വാങ്ങി, പാൽപ്പായസം ആയതുകൊണ്ട് കൂട്ടത്ത് കഴിക്കാൻ ബോളി വാങ്ങി. പിള്ളേർക്കെല്ലാം ബോളിയും പാൽപ്പായസമൊക്കെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ബോളി വാങ്ങി, പാൽപ്പായസം വാങ്ങി. അങ്ങനെ അതേ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഓരോ സൈഡിലായിട്ട് ഒതുങ്ങി കൂടി. അങ്ങനെ നിന്നപ്പോൾ സച്ചു വന്നു. സച്ചു വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ വന്നത്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടില്ലായിരുന്നു, ലഞ്ച് കഴിക്കാനായിട്ടാണ് സച്ചു ഉണ്ടായിരുന്നത്. സച്ചു കുറച്ച് ലഞ്ചിന് മുന്നേ എത്തി കേട്ടോ, സച്ചു എത്തി. അപ്പോൾ ഞാൻ പോയി കുളിച്ച് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം റെഡിയായി വന്നു. എന്നിട്ട് ഇതേ മുടിയെല്ലാം ചീകി എടുക്കുകയാണ്.
ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന സമയം വേറെ ഡ്രസ്സ് ഇടാമെന്ന് കരുതി. ഇപ്പോൾ ഇത് തന്നെ ഇടാമെന്ന് കരുതി. അല്ലെങ്കിൽ ആ കേക്ക് കട്ട് ചെയ്യുന്ന സമയം ആ ഡ്രസ്സെല്ലാം ചീത്തയാവും. അതുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ടില്ല. വീട്ടിൽ നിൽക്കുന്ന ഒരു സാദാ വേഷത്തിലാണ് ഞാനങ്ങ് നിന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ കഴിക്കാനുള്ള സമയമായി. അങ്ങനെ എല്ലാം ഇടുകയാണ്. ഇലയിട്ട് വിളമ്പി തുടങ്ങിയപ്പോൾ ഇല എല്ലാം ഭയങ്കര വലുത് കേട്ടോ. നോക്കിയപ്പോൾ ഒരു ഇലയുടെ മുകളിലാണ് അടുത്ത ഇല ഇരിക്കുന്നത്. പിന്നെ അതിനെല്ലാം ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വേദയും കുട്ടിപ്പട്ടാളംസും പിന്നെ അപ്പുറത്തെ മിനി ആൻറ്റി കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ആൻറ്റിയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഇല ബാക്കി വന്നു. പിന്നെ ആ ഇലയിൽ ഏട്ടൻ്റെ അമ്മയെ കൂടെ ഇരുത്താൻ കരുതി. അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ആകെ ടയേർഡായി കിടക്കുകയാണ്. അപ്പോൾ കരുതി അമ്മ കൂടെ ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആവും, ഒരു ക്ഷീണം മാറും എന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂടെ ഇരുത്താമെന്ന് കരുതി. പിള്ളേർ സെറ്റെല്ലാം പ്രസൻ്റാണ്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും അവധിയായിട്ടുള്ളതുകൊണ്ട് വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ഇവിടെ തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അതൊരു സന്തോഷം. വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇപ്പോഴാണ് ഇല കട്ട് ചെയ്തപ്പോഴാണ് കറക്റ്റ് സൈസായത്. പക്ഷേ ഇനിയുള്ള ഇലകളെല്ലാം ഇതിലും ചെറുതാട്ടോ. ഈ പിള്ളേർക്കെല്ലാം വലിയ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ വെറും കുഞ്ഞിലയായിപ്പോയി, ശ്രദ്ധിച്ചില്ല കേട്ടോ. പിള്ളേർക്കെല്ലാം വലിയ ഇലയാണ് വന്നത്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ അധികം സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് വേദയ്ക്ക് അമ്മൂമ്മ ഇട്ട് കൊടുത്ത പുളിഞ്ചിക്ക അച്ചാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പുളിഞ്ചിക്ക അച്ചാർ, പച്ചടി വെച്ചു, തോരൻ വെച്ചു, പിന്നെ അവിയൽ വെച്ചു. അപ്പോൾ കള്ളിക്കാട് അമ്മയൊക്കെ ഒരു 8:30 എത്തിയപ്പോഴേക്കും ഇവിടെ തോരൻ റെഡിയായിരുന്നു, പച്ചടി റെഡിയായിരുന്നു. അവിയൽ ഞാൻ വച്ചില്ല കേട്ടോ. അവിയൽ കള്ളിക്കാട് അമ്മ വയ്ക്കുന്നത് നല്ല ടേസ്റ്റായുണ്ട്. അവിയൽ വെച്ചില്ല. മെഴുക്കുവരട്ടി വെച്ചു. ചോറായി. ചോറൊക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ആയപ്പോൾ കറക്റ്റായി. ചോറ്, മെഴുക്കുവരട്ടി, പിന്നെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ, കപ്പ, അവിയൽ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കപ്പ ഞാൻ തന്നെയാണ് വെച്ചത്. മീനും ഞാൻ വെച്ച അത്രയ്ക്ക് ശരിയാവത്തില്ല കേട്ടോ. അതുകൊണ്ട് മീനും വെച്ചില്ല, അവിയലും വെച്ചില്ല. അവിയൽ അമ്മ വെച്ചത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അമ്മ വയ്ക്കാമെന്ന് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഇന്നലെ രാത്രിയെ വന്നു കേട്ടോ. പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ കിച്ചണിലേക്ക് കയറ്റിയതേ ഇല്ല. പക്ഷെ കട്ട് ചെയ്തൊക്കെ തന്നു കേട്ടോ. അമ്മ അരിയാനൊക്കെ മിടിക്കുകയാണ്. അതുകൊണ്ട് അമ്മയെ കൊണ്ട് തന്നെയാണ് എല്ലാം അരിയിച്ചൊക്കെ എടുത്തത്. അവിയലിനും തോരനും ഞാൻ ചോപ്പറിലിട്ടെടുത്തു. ബാക്കിയെല്ലാം കപ്പയ്ക്കും പച്ചടിക്കും ഒക്കെ അമ്മ അരിഞ്ഞു തന്നു. അല്ലാതെ കുക്ക് ചെയ്യാനായിട്ട് അമ്മയെ ഞാൻ കിച്ചണിലേക്ക് കയറ്റിയതേ ഇല്ല. എന്നിട്ടും ഞാൻ രാവിലെ 5:30 എഴുന്നേറ്റ് കേട്ടോ. 5:30 എഴുന്നേറ്റപ്പോൾ അമ്മ ഇവിടെ ഇഡ്ഡലിയൊക്കെ കോരി വെച്ചായിരുന്നു, വേവിക്കാനായിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് അമ്മയുടെ പരിപാടി തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഇറങ്ങി വന്നിട്ട് പോയി എവിടെയെങ്കിലും ഒരിടത്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ മിണ്ടാതിരുത്തിയിട്ട് കട്ട് ചെയ്യാനായിട്ടൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ജിലേബി, പക്കോടയൊക്കെ ഇലയുടെ ഒരു സൈഡിൽ വെച്ചായിരുന്നേ. ഒരു ഭംഗി. പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ സ്വീറ്റ്സും. ഈ പക്കോടയൊക്കെ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അതുകൊണ്ട് എല്ലാ ഇലയിലും ഒരു കുഞ്ഞ് ജിലേബി കേട്ടോ വാങ്ങിയത്. കുഞ്ഞ് ജിലേബിയും പക്കോടയും കുറച്ചിങ്ങനെ ഒരു നമ്മൾ ചിപ്സ് ഉപ്പേരിയൊക്കെ വയ്ക്കും പോലെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചായിരുന്നേ. പിന്നെ ചോറ് ഒക്കെ ഇട്ട് എല്ലാം വിളമ്പിയ ശേഷമാണ് കഴിക്കാനായിട്ട് വിളിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര കുറച്ച് സ്പേസ് കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർ വന്നിരുന്നാലും നമുക്ക് പിന്നെ വിളമ്പാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഫുൾ വിളമ്പിയ ശേഷമാണ് കുട്ടികളെ വിളിച്ചത്. അപ്പോൾ കുട്ടികളുടെ ഇലയിലെല്ലാം വളരെ കുറച്ച് മാത്രമേ എല്ലാം വെച്ചിട്ടുള്ളൂ. കറികളായാലും എല്ലാം വേണമെങ്കിൽ രണ്ടാമത് കൊടുക്കാമെന്ന് കരുതി. മിക്കവാറും പിള്ളേർ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി പിള്ളേരുടെ ഇലയിലെല്ലാം വളരെ കുറച്ച് വെച്ചുള്ളൂ. 2 ഇല മാത്രം കുറച്ച് കൂടുതലിട്ടു. ഒന്ന് മിനി ആൻറ്റിക്കും ഒന്ന് കള്ളിക്കാട് അമ്മയ്ക്കും കൂടി കുറച്ച് ലേശം കൂടുതലെല്ലാം വെച്ചായിരുന്നു. മീൻ കോരുവാണ്. മീൻ വാള ഇങ്ങനെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ അങ്ങനെ കഷ്ണമൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നോക്കി എടുക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഏട്ടൻ്റെ അമ്മ വാള മീനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മയ്ക്കരുത് തന്നെ മെയിനായിട്ട് വാള വാങ്ങിയത്, അല്ലെങ്കിൽ ചൂര വാങ്ങാമെന്ന് എഴുതിയതാണ്. അപ്പോൾ വാള ഇപ്പം അധികം ഇല്ല, പക്ഷേ ഇപ്പം ഇന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വാള വാങ്ങി. അങ്ങനെ നോക്കിയപ്പോഴാണ് സാലഡ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചില്ല. അത് രാത്രിയിലത്തേക്കൂടെ കണക്കാക്കിയിട്ടാണ് സാലഡിനെ കട്ട് ചെയ്ത് വെച്ചത്. തൈര് ഒഴിച്ചില്ല കേട്ടോ, വെറുതെ പ്ലെയിൻ സാലഡാണ്. അപ്പോൾ അതോട് ഇലയുടെ സൈഡിൽ വയ്ക്കാമെന്ന് കരുതി. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാലഡ് ഇങ്ങനെ കഴിക്കാനായിട്ട്, ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇലയിലും ഇരിക്കട്ടെ, വേണമെന്നുള്ളവർ കഴിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ എല്ലാം വിളമ്പിയിട്ട് കുട്ടികളെല്ലാം വിളിച്ചു. മിനിയാൻ്റെയും വിളിച്ചു, അമ്മയും വിളിച്ചു. എല്ലാവരും കൂടി ഇരിക്കുകയാണ്. കുട്ടികൾ ആരും വെജിറ്റബിൾസ് കഴിക്കില്ല കേട്ടോ, എനിക്കറിയാം. പിന്നെ ചോദിച്ച് വെക്കണ്ടെന്ന് കരുതി ആവശ്യമുള്ളത് കഴിക്കട്ടെ, കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ. ഒരു സദ്യ എന്നൊക്കെ പറഞ്ഞല്ലേ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാം ഇരിക്കട്ടെ എന്ന് കരുതി. ഇതിൽ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നീറ്റായിട്ട് കഴിച്ചത് ഗൗതു മാത്രമുണ്ട് കേട്ടോ. വീണ്ടും ചോറൊക്കെ വാങ്ങി സന്തോഷത്തോടെ വേണമെന്ന് വെച്ച് കഴിച്ചത് ഗൗതു മാത്രമുണ്ട്. എല്ലാ കറികളൊക്കെ കൂട്ടി അവൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഈ പെൺപിള്ളേരൊന്നും ഒരു വകയും കഴിച്ചില്ല. അയ്യോ, അമ്മു ഇല്ല കേട്ടോ. അമ്മു എവിടെയോ ഓണ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്, വൈകിട്ടേ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മു ഇല്ല.
ഈ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇത് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മു ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എത്തി. അപ്പോൾ അമ്മുവിന് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചിട്ടാണ് അമ്മു വന്നത് കേട്ടോ. അതുകൊണ്ട് അമ്മു ഇല്ല, വേദയും ദിയയും തേനുവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വേദയോട് പറഞ്ഞു ചോറ് ഫുൾ കഴിക്കണം, ബർത്ത്ഡേ ഗേൾ ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്, ചോറ് മാത്രമല്ല കറികളെല്ലാം കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്നെ ഒന്ന് നോക്കിയ ശേഷം വേദ കഴിച്ചു കേട്ടോ. അപ്പോൾ കപ്പ ഞാൻ എല്ലാവർക്കും വച്ചില്ല, ഗൗതുവിന് കപ്പ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൗതുവിന് കപ്പ കൊടുത്തു, തേനുവിന് കപ്പ വേണമെന്ന് പറഞ്ഞു, തേനുവിനും കൊടുത്തു. വേദയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ദിയയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു, അവർക്ക് കൊടുത്തില്ല. അവസാനം ബോളി എല്ലാവരും കഴിയാറായപ്പോൾ കഴിയുന്നവർക്കനുസരിച്ച് ബോളിയും പാൽപ്പായസമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. അപ്പം ബോളിയും പാൽപ്പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ പാൽപ്പായസത്തിൻ്റെ റെസിപ്പി എപ്പോഴെങ്കിലും ഞാൻ ഓർമ്മിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. കാരണം നല്ല പാൽപ്പായസമായിരുന്നു, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപ്പായസം റെസിപ്പി ആയിരുന്നു കേട്ടോ. ഇത് ഷുഗറെല്ലാം കാരമലൈസ് ചെയ്ത് നല്ല ഒരു പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ അടപ്പായസം നാളെ വാങ്ങിയ അടയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വയ്ക്കാനിരുന്നപ്പോഴാണ് വേദ പറഞ്ഞു വേദയ്ക്ക് പാൽപ്പായസം ബോളിയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളല്ലേ ബർത്ത്ഡേകൾ, അവളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് വേദയ്ക്ക് ഇഷ്ടമുള്ള പാൽപ്പായസം ബോളിയും തന്നെ ഉണ്ടാക്കാൻ എഴുതി. അപ്പോൾ പിള്ളേർക്കും കൂടുതൽ ഇഷ്ടം ഈ ബോളിയും പാൽപ്പായസം ഒക്കെ ഇല്ലേ, അതുകൊണ്ട് അങ്ങ് പാൽപ്പായസം തന്നെ ആക്കാൻ എഴുതി. എനിക്കും പാൽപ്പായസം ഭയങ്കര ഇഷ്ടം കേട്ടോ, സേമിയ ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ വേദയ്ക്ക് സേമിയ ഇഷ്ടമല്ല, അതുകൊണ്ട് സേമിയ വേണ്ട. സേമിയ കഴിക്കും, അതിനെക്കാട്ടി ഇങ്ങനെ അടപ്പായസം അരിപ്പായസം ഒക്കെയാണ് വേദയ്ക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ അച്ഛൻ വന്നിട്ട് പുറത്തോട്ടൊന്ന് പോയായിരുന്നു. പോയിട്ട് വന്നപ്പം വീണ്ടും വേദയ്ക്ക് ഡയറി മിൽക്ക്, രാവിലെ വന്നപ്പോൾ ഡയറി മിൽക്കോ എന്തൊക്കെയോ സാധനം കൊണ്ടുവന്നു കേട്ടോ. അതെല്ലാം കഴിച്ചിട്ടാണ് വീണ്ടും വേദയ്ക്ക് ഡയറി മിൽക്ക് വീണ്ടും കിട്ടി. ഡയറി മിൽക്ക് 1-2 എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് കൊടുത്തു. ഡയറി മിൽക്ക് കുറേയൊക്കെ കിട്ടി കേട്ടോ, എല്ലാം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ചെങ്കിലും നോക്കുമ്പോൾ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന ഒന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ സച്ചുവും അച്ഛനും എല്ലാവരും ഒക്കെ ഇരിക്കുകയാണ്. പിള്ളേരെല്ലാം കഴിച്ചു കഴിഞ്ഞു. വേദ അത്യാവശ്യം എല്ലാമൊക്കെ കഴിച്ചു കേട്ടോ. ഗൗതുവാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട്, അതായത് എല്ലാം കൂട്ടി കഴിച്ചത് ഗൗതു മാത്രമേ ഉള്ളൂ. ദിയൊന്നും ഒരു വകയും കഴിച്ചില്ല. തേനും കുഴപ്പമില്ല, പിന്നെ ആൻറ്റി അമ്മയൊക്കെ കഴിച്ചായിരുന്നു. വേദ ഇന്ന് കുഴപ്പമില്ലാണ്ട് കഴിച്ചായിരുന്നേ. അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം കഴിച്ച് എണീറ്റ ശേഷം നമ്മൾ അച്ഛനും സച്ചുവും ഞങ്ങളെല്ലാവരും ഇരിക്കാനായിട്ടിരുന്നു. അപ്പോൾ അമ്മയോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ, എൻ്റെ അമ്മയോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ ഇരിക്കത്തില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ എൻ്റെ അമ്മ ഇരിക്കത്തുള്ളൂ. അമ്മയ്ക്ക് വിശപ്പില്ലാത്ര. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 7 പേരുണ്ടായിരുന്നു, 6 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇരിക്കുക അമ്മ കഴിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു വിധത്തിലിരിക്കത്തില്ല. എനിക്ക് വിശപ്പില്ല, നിങ്ങൾ വേണമെന്നുള്ളവരിയ്ക്കാൻ പറയും. പിന്നെ ശരി, ഒരു സീറ്റ് കിടക്കുകയില്ലേ, ഞാൻ ചെന്നങ്ങ് ഇരുന്നു. അമ്മ വിളമ്പി തരാമെന്നൊക്കെ പറയും. വിളമ്പാനൊന്നുമില്ല, എല്ലാം ഓൾറെഡി ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതലെല്ലാം വിളമ്പിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വിളമ്പാൻ വേറെ ഒന്നുമില്ല. പിന്നെ വേണമെന്നുള്ളവരെടുത്തൊക്കെ കഴിച്ചോളും കേട്ടോ. കറിയും സാമ്പാറും ഒക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഫുൾ എല്ലാം കംപ്ലീറ്റ് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ ശേഷം അടുത്ത് ചിക്കൻ ഫ്രൈ ഞാൻ പുരട്ടി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, ചിക്കൻ ഫ്രൈ പൊരിക്കാനായിട്ട് ഇട്ടു കേട്ടോ, വറുത്തെടുക്കാനായിട്ട് ചിക്കൻ ഫ്രൈ ഇട്ടു. അപ്പോൾ ഒരു 2-3 സ്റ്റെപ്പായിട്ട് ഇട്ടാലേ പറ്റത്തുള്ളൂ. ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചുള്ളൂ കേട്ടോ, എണ്ണ കുറച്ച് ഒഴിച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ കറി റെഡിയാണ്, ഫ്രൈ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ ഫ്രൈ ചെയ്താലേ എൻ്റെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നടക്കത്തുള്ളൂ. ഇനി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ മാത്രമേ ഉള്ളെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് കരുതി. അതൊക്കെ വേദയുടെ സന്തോഷമല്ലേ, അതുകൊണ്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ജീമ കുറേ ദിവസമായിട്ട് 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. വേദയ്ക്കൊരു സർപ്രൈസ് കൊടുക്കുക. വേദയ്ക്കൊരു ട്രഷർ ഹണ്ട് സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ 11 വയസ്സായി വേദയ്ക്ക് 11 സർപ്രൈസസ് അവൾ ഒളിപ്പിച്ച് വയ്ക്കും. അത് വേദ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഗെയിം കൊടുക്കുകയാണ്. വേദയ്ക്ക് സർപ്രൈസസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താ സംഭവം, എന്താ അമ്മ നമുക്കിത് ചെയ്യാം, നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് സമയം കിട്ടത്തില്ല, ഞാൻ ഫുൾ വർക്കായിരിക്കും. കിച്ചണിൽ കുറച്ച് തിരക്കായിരിക്കും, അതുകൊണ്ട് ഈ ട്രഷർ ഹണ്ട് ഗെയിം ഒന്നും കളിക്കാൻ ബർത്ത്ഡേയിലൊന്നും ടൈം ഉണ്ടാവത്തില്ല. കാറ്ററിംഗ് കൊടുക്കാമെന്ന് കരുതിയാൽ ഇവിടെ അമ്മയ്ക്കും ഏട്ടനും ഒക്കെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം നോക്കിയിട്ട് വീട്ടിലാകുമ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ജോളിയല്ലേ, അതുകൊണ്ട് വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതുന്നത്. അങ്ങനെ ട്രഷർ കണ്ട് ചീമ സെറ്റ് ചെയ്തു. ചീമ കുറേ നാളിന് ശേഷമാണ് വേദയുടെ ബർത്ത്ഡേക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾ പുറത്തല്ലേ, അപ്പോൾ ഒരു ബർത്ത്ഡേക്കും ഒരു ഫംഗ്ഷനും ചീമ ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്പോൾ ചീമ ഉള്ളത് കൊണ്ട് അവളതെല്ലാം സെറ്റ് ചെയ്ത് കുറേ ഗിഫ്റ്റെല്ലാം വാങ്ങി. 11 ഗിഫ്റ്റ് വാങ്ങി 11 സ്ഥലത്ത് ചീമ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിലൊരു സ്റ്റിക്കി നോട്ട് ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൂ കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂവിൽ ചെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. വേദ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ പിള്ളേരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ക്ലൂ ഒക്കെ നോക്കുകയാണ്. അപ്പോൾ അമ്മ പിള്ളേരെക്കാട്ടി ചെറുതായിട്ട് അമ്മ നടക്കുക കേട്ടോ.
സാധനങ്ങളെല്ലാം തപ്പി ഞാനിപ്പോൾ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പിള്ളേരെക്കാട്ടി മുന്നേ നടക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും നോക്കുകയാണ്. ചീമ എന്തൊക്കെയോ കുറേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കേട്ടോ. അതിൽ ഡ്രസ്സ് ചീമയാണ് സ്പോൺസർ ചെയ്തത്. പിന്നെ കേക്കും എല്ലാം അതിൻ്റെ കൂട്ടത്ത് വെച്ചു. അങ്ങനെ അതെല്ലാം തപ്പിപ്പറക്കി നോക്കുകയാണ്. ചീമ ആദ്യം എൻ്റെ ടേബിളിൽ കുക്കിംഗ് വ്ളോഗ് എടുക്കുന്ന ടേബിളിലാണ് വെച്ചത്. അങ്ങനെ എന്തോ നമ്മൾ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പോയി നോക്കി ഒരു ബർത്ത്ഡേ കാർഡാണ് ഫസ്റ്റ് അവർക്ക് ട്രഷർ ഹണ്ടിൽ കിട്ടിയത്. ഇവർക്ക് ഭയങ്കര സന്തോഷം. ഞാൻ നിനക്ക് അവസാനം ഉമ്മ തരാൻ ചീമ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഈ പിള്ളേരുണ്ടല്ലോ ട്രഷർ ഹണ്ട് നടത്തിയിട്ട് ഗിഫ്റ്റിനെ കൊണ്ടുവന്നങ്ങ് കളയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കിടന്നങ്ങനെ ഉറങ്ങുന്ന സമയത്തെ പിള്ളേർ വന്ന് ബഹളം വെച്ച് അച്ഛനെ ഉണർത്തി. വേദയുടെ അപ്പൂപ്പൻ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു കുഞ്ഞു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് തിരിച്ച് കള്ളിക്കാട് പോയിട്ടോ. കാരണം അച്ഛൻ അവിടെ എന്തോ തിരക്കുള്ളത് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അമ്മയും കൂടെ പോകാൻ നിന്നതാണ്. അമ്മ പിന്നെ ഞങ്ങൾ പിടിച്ചു നിർത്തി നാളെ രാവിലെ ഏട്ടൻ കൊണ്ടുവന്ന് വെളുപ്പിനെ കൊണ്ടുവന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്ന് സമ്മതിപ്പിച്ച് പിടിച്ച് നിർത്തിയിരിക്കുക കേട്ടോ അമ്മയെ. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോകാനായിട്ട് നിന്നതാണ്. അങ്ങനെ അച്ഛൻ പോയി. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിള്ളേർ ട്രഷർ ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളായിട്ട് തപ്പിപ്പറക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് ആക്ച്വലി ഇടാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ കരുതി ഇതിൻ്റെ കൂടെ തന്നെ പോട്ടെ എന്ന് കരുതി. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തില്ല. കാരണം കിച്ചണിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചീമ പിള്ളേരെ പറയാൻ നടന്ന് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ചീമയ്ക്കും വയ്യ. ചീമ നമുക്ക് നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. ബലൂണെല്ലാം വീർപ്പിച്ച് സെറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ചീമയുടെ ടയർഡാണ്, എല്ലാവരും ടയർഡാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ചെറിയൊരു മടി കാണിച്ച്. അങ്ങനെ ഡ്രസ്സ് കിട്ടി, ബർത്ത്ഡേ കാർഡ് കിട്ടി, ഡയറി മിൽക്ക് കിട്ടി. അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ചീമ ഒളിപ്പിച്ച് വെച്ചിരുന്നു. അതെല്ലാം തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചെടുത്തേ. പക്ഷേ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഗെയിമൊക്കെ സെറ്റ് ചെയ്താൽ നല്ലൊരു രസമുള്ള കാര്യം കേട്ടോ. നല്ലൊരു സന്തോഷം തോന്നുന്ന കാര്യമാണ്. പിള്ളേർക്കും ഭയങ്കര സന്തോഷം. നമുക്കും അത് കണ്ടു നിൽക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ചീമയാണ് ഈ ഒരു സെക്ഷനെല്ലാം. ഡെക്കറേഷൻ, ഈ വക ഗെയിം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചീമയുടെ കയ്യിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചീമ തന്നെയാണ് സെറ്റ് ചെയ്തിട്ട് ഓർമ്മിച്ച് അവൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കിയത്. ഞാനിതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല. ഞാൻ ഫുൾ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. ചിക്കനും ഒക്കെ എല്ലാം വെച്ചത് ഞാനാണ്. പിന്നെ കളിക്കാട് അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നു. എൻ്റെ അമ്മയും എല്ലാമൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തന്നു. എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് പോയി. എങ്കിലും രാവിലെ മുതൽ നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ജോലിയായിരുന്നു. ഇനി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ അടുപ്പത്ത് കിടക്കുകയാണ്. ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചായ ഇടാൻ സമയമാവും. ചായ ഇടുക. അപ്പം ഞാൻ ചിക്കൻ വറുക്കാൻ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ, 5 മണിയൊക്കെ ആയിട്ട് വറുക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ള അറിയാം. നമ്മളിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ഓരോന്നായിട്ട് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കഴിഞ്ഞ ഉടനെ വീണ്ടും ഡെക്കറേഷന് പോയി. ചീമയാണ് ചെയ്യുന്നതെങ്കിലും ഒന്ന് ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡെക്കറേഷന് പോയി. അത് കഴിഞ്ഞതും റെഡി ആവാനുള്ള സമയമായി. പിന്നെ റെഡി ആവാൻ പോയി. അപ്പോൾ എനിക്കത് മനസ്സിലായി കേട്ടോ. അത് നടക്കില്ല എന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനത് തന്നെ ചെയ്തു. ആദ്യമേ കഴിച്ച ഉടനെ ചിക്കൻ അങ്ങ് ഇട്ടു. അപ്പോൾ ആ ജോലി ഒരു സൈഡിൽ നടക്കും. അത് കഴിയുമ്പോൾ ചായ ഇടാനാവും. അത് കഴിയുമ്പോൾ ഡെക്കറേഷനാവും. അത് കഴിയുമ്പോൾ റെഡി ആവാനുള്ള ടൈമാവും. എല്ലാം അതിൻ്റെ ഒരു ചിട്ടയിലങ്ങ് നടന്നോളും. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യായിരുന്നു നമ്മുടെ പണിപാളും. അപ്പോൾ ലാസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്ന വേദയുടെ ഹാപ്പി ബർത്ത്ഡേ വേദക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് അറോറ കേക്കാണ് ഞങ്ങൾ ഈ ബർത്ത്ഡേക്ക് വേദയ്ക്ക് വേണ്ടി വാങ്ങിയത്. അപ്പോഴേക്കും ദിയ കൊണ്ടുവന്നൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുത്തു. വേദയ്ക്ക് ഇഷ്ടമുള്ള കുക്കീസാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. കുക്കീസൊക്കെ ഇഷ്ടമാണ്. സ്പെഷ്യലി അവൾക്ക് കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. കോക്കനട്ട് ഫ്ലേവേർഡ് ചോക്ലേറ്റും ഒക്കെ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കോക്കനട്ട്. അപ്പോൾ അത് സെയിം ആ ഒരു കോക്കനട്ട് ഫ്ലേവർ കുക്കിയാണ് ദിയ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. എന്നിട്ട് ചീമ വേദയ്ക്ക് കൊടുത്ത 11 ഗിഫ്റ്റ്സ് കാണിക്കുകയാണ്. ബർത്ത്ഡേ കാർഡ്, ലിപ് ബാം, കീ ചെയിൻ, പെൻസിൽ, പിന്നെ ഒരു ക്രയോൺ സെറ്റ്, ആർട്ട് സെറ്റ്, ചോക്ലേറ്റ്, ഡ്രസ്സ്, കേക്ക്, അങ്ങനെ എല്ലാം, ഒരു ഇയർ സ്റ്റഡ് ഒക്കെ കൊടുത്തായിരുന്നേ. അതെല്ലാം കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. വേദയ്ക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഹെയർ ബാൻഡ് ഒക്കെ കൊടുത്തായിരുന്നേ. കുഞ്ഞു ഗിഫ്റ്റ്സ്, ഒരുപാട് വലുപ്പമുള്ളതൊന്നുമല്ല, വിലയുള്ളതുമല്ല, കുഞ്ഞു ഗിഫ്റ്റ്സ്, ഒരു സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ സ്നേഹം കൊണ്ട് ചീമയെ വീർപ്പ് മുട്ടിക്കുകയാണ്. ആദ്യമേ പറഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിനക്കൊരു ഉമ്മ തരുന്നുണ്ടെന്ന്. എന്നിട്ട് ദിയ കൊണ്ടുവന്ന കുക്കീസ് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കട്ടെ. എല്ലാവർക്കും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയണ്ടേ? ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ട് കാണുകയാണ്. അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആസാദിൽ നിന്ന് വാങ്ങി കേട്ടോ. അവിടെയൊക്കെ ആസാദിലല്ല, പല കടകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമല്ല ഈ കോക്കനട്ടിൻ്റെ ടേസ്റ്റ്.
അതുകൊണ്ട് ദിയ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. എന്നിട്ട് ഡയറി മിൽക്കെല്ലാം ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഡയറി മിൽക്കൊക്കെ കുറേശ്ശെ ഫ്രിഡ്ജിൽ നിന്ന് കാണാതെയായി തുടങ്ങിയിട്ടുണ്ട്. നാളെ നോക്കുമ്പോൾ ഒട്ടും കിട്ടത്തില്ല. അങ്ങനെ നിന്നപ്പോഴേക്കും തേനും ഗിഫ്റ്റും കൊണ്ട് വന്നു. ട്രഷർ ഹണ്ട് നടത്തിയപ്പോൾ തേനും ഉണ്ടായിരുന്നില്ല കേട്ടോ. തേന് പുറത്തോട്ട് എവിടെ പോയി, എനിക്ക് തോന്നുന്നു ഈ ഗിഫ്റ്റ് വാങ്ങാൻ പോയതാവും. വേദയ്ക്ക് ഐസ്ക്രീമാണ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നത്. സന്തോഷം. അപ്പോൾ തേനും ഇല്ലായിരുന്നു ട്രഷർ ഹണ്ട് സമയത്ത്. ബാക്കി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദിയ ഗിഫ്റ്റ് കൊടുത്തു, തേന് ഗിഫ്റ്റ് കൊടുത്തു. ഇനി വീണ്ടും അമ്മു പോയി. അമ്മു കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും പോകും കേട്ടോ. അമ്മുവിന് ഇവിടെ എന്തോ ട്രോഫിയോ ഗിഫ്റ്റോ ഒക്കെ കിട്ടാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് വൈകിട്ട് ലേറ്റായിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മു നിൽക്കുകയാണേ. അപ്പോൾ എൻ്റെ ചിക്കൻ ഫ്രൈ എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഡെക്കറേഷൻ ഏരിയയിലേക്ക് പോവുകയാണ്. എനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഇട്ടത് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി. ഞങ്ങൾ എത്ര പേരുണ്ടായിരുന്നു, വാവ ചേച്ചിയും ദീപ ചേച്ചിയും ഒക്കെ ഉണ്ടായിട്ടും നമുക്കത് സെറ്റ് ചെയ്യാൻ കുറേ സമയം എടുത്തു. ഇത് ചെയ്യുമ്പോൾ പുഷ്പം പോലെ ബലൂണെല്ലാം ഊതി വീർപ്പിച്ച് ഇതെല്ലാം സെറ്റ് ചെയ്ത് അവിടെ കർട്ടനെല്ലാം പിടിച്ചിട്ട്, പിന്നെ ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് കമ്പികളൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ച് കെട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പുറ സൈഡ് പോലെ ഇരിക്കുന്ന അവിടെയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ വെയിലത്ത് ഈ ചുമരെല്ലാം ചൂടായി കിടക്കുക. അപ്പോൾ ബലൂൺ ഫിക്സ് ചെയ്യുമ്പോൾ ആ ചൂട് കൊണ്ടെല്ലാം പൊട്ടി പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല അതായിട്ട് കിടപ്പുണ്ട്. ഷീറ്റൊക്കെ ചെയ്ത് അത്ര വെയിലൊന്നും അടിക്കാത്തത് കൊണ്ടും നമ്മളെ ചുവരിൽ തട്ടി നിൽക്കാത്തത് കൊണ്ടും ബലൂണൊന്നും പൊട്ടാണ്ട് നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്, ഒരു ബർത്ത്ഡേ സെറ്റ്. ആ മീഷോയിൽ എൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ബലൂണും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. നല്ലൊരു സെറ്റാണ് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയത്. ഇത്രയും ബലൂൺസ് ഉണ്ടായിരുന്നു. ഒരു വൈറ്റ് കർട്ടൻ പോലത്തെ ഉണ്ടായിരുന്നു. ബാക്കി കർട്ടൻ എൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇതൊരു വൈറ്റ് കുഞ്ഞൊരു കർട്ടനേ ഉണ്ടായിരുന്നു. ടവൽ പീസ് പോലത്തെ ഒരു കുഞ്ഞു കർട്ടനേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ ഉണ്ടായിരുന്ന കർട്ടനാണ്. പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ഇത്, പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസ്, പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടേതാണ് സെറ്റ് ചെയ്തത്. ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ഇതാട്ടോ വന്നത്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ കുറേ സമയം എടുത്തില്ല. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഒരു കുഞ്ഞു രീതിയിലാട്ടോ നല്ല ഭംഗിയൊക്കെ സെറ്റ് ചെയ്തേ. ആ മീഷോയിൽ കണ്ട അതേ സെയിം പിക്ചർ വെച്ച് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേദ എന്നോട് പറഞ്ഞു, ഞാനും റെഡിയായി വന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും റെഡിയായി. വേദ റെഡിയായിക്കൊണ്ടിരിക്കുന്നു, ചീമ റെഡിയായി, എല്ലാവരും റെഡി ആയിരിക്കുന്നു. പിള്ളേരെല്ലാം റെഡിയായി വന്നു, കുട്ടികൾ സെറ്റെല്ലാം റെഡിയായി വന്നു. അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ മുടിയിൽ കളർ ഹെയർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കളർ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതും മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാവേ. എൻ്റെ അമ്മ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിൻ്റെ ക്ഷീണം, അമ്മയ്ക്ക് ഒട്ടും വയ്യ, തലവേദനയായിട്ടിരിക്കുന്നു. കള്ളിക്കാട് അമ്മയും ഭയങ്കര ക്ഷീണം, പായസം എല്ലാം കുടിച്ച് മത്ത് പിടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര ക്ഷീണമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ബലൂൺ സെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ റിംഗ് ലൈറ്റെല്ലാം ഇവിടെ കൊണ്ടുവച്ചു. റിംഗ് ലൈറ്റൊക്കെ വെച്ചപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് കുറവായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് LED ലൈറ്റ് ഇട്ടിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, വെട്ടമില്ലാണ്ട്. പക്ഷെ ഒട്ടും വെട്ടമില്ല. അതുകൊണ്ട് പിന്നെ റിംഗ് ലൈറ്റെല്ലാം വെച്ച് ആദ്യം ഒരു ഫോട്ടോഷൂട്ട് നടത്തി കേട്ടോ. എല്ലാവരുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി. അത് കഴിഞ്ഞ് ഡാൻസ്, ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പറഞ്ഞു. പിള്ളേരെല്ലാം നിന്ന് ഡാൻസ് കളിക്കുകയാണേ. കൊള്ളാമല്ലേ ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഈസി ആയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഒരു സൈഡിൽ കർട്ടൻ പിടിച്ചിട്ടു, ഒരു സൈഡിൽ ബലൂണിൽ ഷേപ്പിൽ കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഹാങ് ചെയ്തു. പിന്നെ ബട്ടർഫ്ലൈസ് എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും കേക്കെല്ലാം കട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി വരുന്നുണ്ട്. കുറച്ച് പിള്ളേർ ഡാൻസൊക്കെ കളിച്ചേ. അമ്മു വീണ്ടും പോയി. അമ്മു എന്തോ മത്സരങ്ങളിലൊക്കെ മത്സരിച്ച് പ്രൈസ് കിട്ടി, അതിൻ്റെ ട്രോഫിയൊക്കെ കിട്ടും ഇപ്പോൾ. അതുകൊണ്ട് അത് വാങ്ങാൻ പോകണം, വേണ്ടി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മു പോയി. അങ്ങനെ വേദയുടെ കേക്ക് ഇതാണ്. എങ്ങനെയുണ്ട് കേക്ക്? ഞങ്ങൾ കേക്ക് വേൾഡിൽ നിന്ന് വാങ്ങിയതാണ്. 1 kg കേക്കാണ് വാങ്ങിയത്. ചോക്ലേറ്റ് അറോറ ഫ്ലേവറാണ് കേക്ക് വാങ്ങിയത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ കാണാണ്ടാണ് ഞാനൊരു ഫ്ലേവറിൻ്റെ ഇത് കണ്ടിട്ടാണ് ചീമയും വേദയും പറഞ്ഞ് ചോക്ലേറ്റ് അറോറ മതി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അത് ഓർഡർ ചെയ്തത്. പക്ഷെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേക്ക് കാണാനായിട്ട്. അങ്ങനെ കട്ടിങ് സമയമായപ്പോൾ അടുത്ത ഫോണിൽ പാട്ടിടുന്ന ബഹളം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ വേണ്ടേ? അങ്ങനെ മ്യൂസിക് ബോക്സ് എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ സൗണ്ട് ബോക്സ് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ സോങ് വേണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്യാൻഡിലൊക്കെ വച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച ക്യാൻഡിൽ മറന്നുപോയി. ഇപ്രാവശ്യം വേറൊന്നും വാങ്ങിച്ചു. 11 ഇയേഴ്സിൻ്റെ ക്യാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്യാൻഡിൽ വാങ്ങാൻ മറന്നുപോയി. സച്ചുവാണ് പിന്നെ ഓടിപ്പോയി ക്യാൻഡിൽ വാങ്ങിയത്. അങ്ങനെ ദേവേദയുടെ ബർത്ത്ഡേ 11th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. എൻ്റെ അച്ഛൻ ഭയങ്കര ഡാൻസ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡാൻസ്. അങ്ങനെ വേദ കേക്ക് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നത് എനിക്കാണ് കേട്ടോ. എൻ്റെ ചക്കര കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ എനിക്ക് തന്നു, ഏട്ടനും തന്നു.
ഏട്ടന് മുട്ടയൊക്കെ അടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാൻ കൂടി തോന്നുന്നില്ല, എനിക്കിഷ്ടമായില്ല. ഏട്ടൻ വീഡിയോയിൽ വേറെന്തോ ഒരു ലുക്ക് പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ വേദയുടെ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ കൊടുക്കുകയാണ്. ഞാനും ചീമയും കൂടെ കേക്കിനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണ്ടേ, അങ്ങനെ പീസാക്കാനായിട്ടുള്ള പരിപാടികളിലാണ്. സച്ചോനും ചീമയ്ക്കും മിനി ആൻറ്റിക്കും ദിവ്യ ചേച്ചി മാത്രമല്ല അവിടെ ഉള്ളൂ. പിന്നെ ഞാൻ ദിവ്യ ചേച്ചിയോട് ചേച്ചി വായോ, നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് കൂടാൻ വൈകിട്ട് എന്ന് പറയും. ഇങ്ങനെ ചേച്ചി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളത് കൊണ്ട് പിന്നെ ചേച്ചിയും വന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. അടുത്ത് കേക്ക് കട്ടിങ് ഷെയർ ചെയ്യുന്ന കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. തേനയുണ്ട്, അനിയും കണ്ണനും ഉണ്ട് കേട്ടോ. കണ്ണനും പിള്ളേർക്കെല്ലാം കൊടുത്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, അടിപൊളി കേക്കായിരുന്നു. അല്ലെങ്കിലും എനിക്ക് കേക്ക് വേൾഡിലെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ് കേക്ക് വേൾഡിലെ കേക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ കേക്ക് എല്ലാം. ഇത് മാത്രമല്ല എല്ലാം. ഇത് ക്രീമല്ല കേട്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീമൊന്നും അല്ല. ഫുൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫീലൊക്കെ ഉണ്ട്. അച്ഛൻ കഴിച്ചിട്ട് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്ര കയ്പൊന്നുമില്ല, പക്ഷേ എനിക്കും ചീമയ്ക്കും വേദയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വിപ്പിംഗ് ക്രീമൊന്നും ആഡ് ചെയ്യാത്ത നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ ഒന്ന് കേക്ക് വേൾഡിലെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്തൻകോട് YMRലുള്ള കേക്ക് വേൾഡിൽ നിന്നാണ് ഞാൻ ഈ കേക്ക് വാങ്ങിയത്. പിന്നെ നെടുമങ്ങാടും കഴക്കൂട്ടം ഒക്കെ അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സമയമായി. പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്. പിള്ളേർക്കൊന്നും സാലഡ് വെച്ചില്ല, അവർക്കാർക്കും ഇഷ്ടമല്ല, ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പിള്ളേരെന്ന് പറയുമ്പോൾ ദിയ, തേനു, വേദ, നമ്മുടെ ഗൗതു, ആൻറ്റിയും മിനി ആൻറ്റിയും ദിവ്യേച്ചിയും കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി. നമുക്ക് ആർക്കും ഇപ്പോൾ കഴിക്കുന്നില്ല, ആർക്കും വേണ്ട എന്നുള്ളൊരിത് ഉള്ളത് കൊണ്ട് ആദ്യം അവർ ഗസ്റ്റുകളല്ലേ ആദ്യം കഴിക്കേണ്ടത്, പിള്ളേരും ഗസ്റ്റും. അങ്ങനെ എല്ലാവരും ഇരുന്നു. അമ്മു വന്നിട്ടില്ല, അമ്മു വരുമ്പോൾ അമ്മുവിന് പിന്നീട് ഫുഡ് കൊടുക്കാമെന്ന് കരുതി. കുട്ടികൾക്കെല്ലാം ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി ഓരോന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. കഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് കരുതി. സാലഡ് വെച്ചിട്ടില്ല. വലിയവർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടത്തേക്ക് നമ്മൾ ഇല എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇലയിലാണ് വൈകുന്നേരവും ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് കഴുകണ്ട, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ വലിയ ആശ്വാസമാണ്. ഡിസ്പോസൽ പ്ലേറ്റ് വാങ്ങിയാൽ നമുക്കിവിടെ കളയാനായിട്ടുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ നടക്കണം. അതുകൊണ്ട് ഡിസ്പോസൽ വാങ്ങാണ്ട് ഇലയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് വേസ്റ്റിൻ്റെ കൂടെ അങ്ങ് ഇട്ട് പോവാം. അതുകൊണ്ട് ഇല എടുത്തത്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് സ്വീറ്റായിട്ട് ഒരു ഐസ്ക്രീം കൊടുക്കാമെന്ന് കരുതി. ഐസ്ക്രീം വാങ്ങാൻ നിന്നപ്പോഴാണ് നമ്മുടെ മിനി ആൻറ്റി ഐസ്ക്രീം കൊണ്ടുവന്നത്. ആൻറ്റി കൊണ്ടുവന്ന ഐസ്ക്രീം, മിനി ആൻറ്റി മീൻസ് തേനു ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഐസ്ക്രീമാണ്. അതും ഡാർക്ക് ബെൽജിയം ചോക്ലേറ്റ് ഐസ്ക്രീം കേട്ടോ. അതും ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടും. ഭയങ്കര ചോക്ലേറ്റ് കൂടിയ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ്, മീൻസ് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം നമ്മുടെ കേക്കും ഐസ്ക്രീമും ഒരേ ഫ്ലേവറായി പോയി. ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. അച്ഛനൊന്നും കഴിച്ചില്ല കേട്ടോ, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല, കേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ കേക്കൊന്നും കഴിച്ചില്ല. എന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം കുട്ടികൾക്കെല്ലാം ഐസ്ക്രീം കൊടുത്തു. വലിയവർക്കും കൊടുത്തു കേട്ടോ. ആൻറ്റിക്കും മിനി ആൻറ്റിക്കും വേണ്ട, ദിവ്യച്ചയ്ക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് വലിയവർക്ക് കൊടുത്തപ്പോൾ വേണ്ടാത്തത് കൊണ്ട് അവർ വാങ്ങിച്ചില്ല. കുട്ടികൾക്കെല്ലാം കൊടുത്തു. അങ്ങനെ അവർ കഴിച്ചിട്ടിരുന്നപ്പോഴാണ് അമ്മു വന്നത്. അമ്മുവും വേദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അമ്മു ചോക്ലേറ്റ്, ഹെയർ ബാൻഡ്, ബോ, ക്ലിപ്സ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വേദയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ആ വീഡിയോ എടുത്തു, പക്ഷേ ഇപ്പോൾ ആ വീഡിയോ കാണാനില്ല കേട്ടോ. എന്നിട്ട് അമ്മു വന്നപ്പോൾ അമ്മുവിന് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു. ചോക്ലേറ്റിലെല്ലാം നമ്മുടെ കേക്കെല്ലാം കൊടുത്തു. കേക്ക് കൊടുത്ത ശേഷം അമ്മുവിനും ഫുഡ് കൊടുത്തു. അമ്മുവും ഫുഡ് കഴിച്ചു, പിള്ളേരെല്ലാം ഫുഡ് കഴിച്ചു. ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾക്കും വിശപ്പടിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങളും ഇലയെല്ലാം ഇട്ട് ഞങ്ങളും കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഞങ്ങളും പൊറോട്ടയും ചിക്കനും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും. ചിക്കൻ ഫ്രൈ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മയുടെ മസാലയാണ്, കള്ളിക്കാട് അമ്മ പുരട്ടിയ മസാലയായിരുന്നു. ഭയങ്കര എരിവും ഭയങ്കര ടേസ്റ്റായിരുന്നു. കുട്ടികൾ അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ, എരിവ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. കറിയും കുഴപ്പമില്ല, കറി ഞാനാണ് വെച്ചത്. അമ്മ മസാലയൊക്കെ ഇട്ട് തന്നുവെങ്കിലും മൂപ്പിച്ചൊക്കെ എടുത്ത് ഞാനാണ്. കുഴപ്പമില്ല, കറിയും കുഴപ്പമില്ല. അപ്പോൾ അമ്മ ചിക്കൻ കഴിക്കത്തില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് മീനൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ കണ്ടപ്പോൾ അച്ഛനും ചിക്കൻ വേണ്ട, മീൻ മതി എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും കൂടി മീനാണ് കഴിച്ചതും. ഞങ്ങളെല്ലാവരും ചിക്കനൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. മീനും നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻ, മീൻ വേണോ ചിക്കൻ വേണോ, എങ്കിലും ചിക്കൻ തന്നെയാണ്. ഞങ്ങളെല്ലാവരും വൈകിട്ട് കഴിച്ച ചിക്കനായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഫ്രൈ അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല മസാലയൊക്കെ പെരണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇങ്ങനെ കുഞ്ഞാഘോഷത്തോടു കൂടി വേദയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു.
ശരിക്കും പറഞ്ഞാൽ വേദയുടെ ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ 23, അതായത് നാളെ മൺഡേ ആണ്. നാളായിരുന്നു ഭരണി നക്ഷത്രമാണ് വേദയുടെ നാളാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വേദയുടെ നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നാളും സെലിബ്രേറ്റ് ചെയ്തു. നാളെ വേറെ വിശേഷമൊന്നും ഉണ്ടാവില്ല, മീൻസ് വേദ സെലിബ്രേഷനൊന്നും ഉണ്ടാവില്ല. സ്കൂളിൽ പോവും, അമ്പലത്തിൽ പോവും. പിന്നെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത പോലെ വഴിയിലൊക്കെ കിടക്കുന്ന പാവപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതും ചെയ്യും. അത്ര തന്നെയായിരിക്കും നാളത്തെ പരിപാടി. അപ്പോൾ വേദയുടെ ബർത്ത്ഡേ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.